Hello guys, welcome to another video, Manjumal Boys, and the movie was പൊളി സാധനം അങ്ങനത്തെ ഒരു പടമായിരുന്നത്. ആൻഡ് ദ മൂവിന്റെ ഒരു ത്രെഡ് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, പ്യുവർ ഫ്രണ്ട്ഷിപ്പ്. എന്താ പറയാ, സോളോ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഈ ഒരു പടത്തിൽ നമുക്ക് കറക്റ്റ് കാണായിരുന്നു. എന്താണ് ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ കാലത്ത് പലതും ഇല്ലാത്തൊരു ബോണ്ടാണ് ഉണ്ടാവാം സ്വാഭാവികം. ആ ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ 2006 സിറ്റുവേഷനാണ് ഈ സിനിമയിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലെ ആ ഒരു ബോണ്ട്, അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ടായിരുന്നു ഈ പടത്തിൽ ഫുൾ. നമ്മൾ ഈ സിറ്റുവേഷൻ നടക്കുന്ന ഒരു മഞ്ഞുമൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് കൊച്ചിയിലാണ് അവർ പറയുന്നത്. കൊച്ചിയിൽ മഞ്ഞുമൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, എനിക്കറിയില്ല അങ്ങനെ സ്ഥലം ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്സ്, അവിടെ ജനിച്ച് വളർന്ന് ഒരേ പാത്രത്തിലുണ്ട്, ഒരേ പാത്രത്തിൽ ഉറങ്ങി, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അവരെല്ലാവരും കൂടി ഒരു എന്താ പറയുക, ടൂറ് പോകാൻ തീരുമാനിക്കുന്നു. ഒരു ട്രിപ്പ് പോകാൻ, നമ്മളിപ്പോഴത്തെ എല്ലാ പിള്ളേരും ചെയ്യുന്ന പോലെ തന്നെ അവർ ഒരു ട്രിപ്പ് പോകാൻ. ആൻഡ് ദ ഡെസ്റ്റിനേഷൻ വാസ് കൊടൈക്കനാൽ ആൻഡ് ഗുണ കേവ്സ്. ഓഫ് കോഴ്സ് ആ ഒരു ഗുണ കേവിന്റെ ഉള്ളിൽ പിന്നെ അവിടെ നടക്കുന്ന സ്റ്റോറി ആയിരുന്നു. പിന്നെ ആ ഒരു ട്രിപ്പാണ് ഈ സ്റ്റോറി ഫുള്ള്, ഈ സിനിമ ഫുള്ള്. പിന്നെ അവർ പോകുന്നതും അവരവിടുത്തെ സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അങ്ങനത്തെ ആ ഒരു അതൊക്കെയാണ് ഈ ഒരു ത്രെഡിൽ നമ്മൾ പറയുന്നത്. ആൻഡ് ഗുണാകേവിന് ഒരു പഴയൊരു ചരിത്രം ഉണ്ടായിരുന്നു പോലും. ഈ ഗുണാകേവ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഈ കമലഹാസൻ സാറിന്റെ ആ ഒരു പടത്തിന് ശേഷമാണ് അങ്ങനെ ആ പേര് വന്നത്. അതിന് മുന്നേ ആ ഒരു പടത്തിന്റെ പേര് പറഞ്ഞ ആ ഒരു സ്ഥലത്തിന്റെ പേര് അതായത് ഡെവിൾസ് കിച്ചൺ ആയിരുന്നു. എന്താ പറയാ, ഡെവിൾസ് കിച്ചൺ എന്ന് പറയുമ്പോൾ മലയാളം എന്താ പറയാ, ഡെവിൾസ് കിച്ചൺ എന്തോ ആട്ടെ, അതിന്റെ മലയാളം എന്തോ ഒരു അടുക്കള, ചാത്തന്റെ അടുക്കള, അങ്ങനെ എന്തോ ആണ് സിനിമയിൽ ഒരു റെഫർ ചെയ്ത്. ഇത് നമ്മൾ ഈ ഒരു സിനിമ ആദ്യം മുതൽ കാണുമ്പോൾ എല്ലാത്തിനും ഒരു റെഫറൻസ് ഒരു ലാസ്റ്റിലേക്ക് എടുക്കും. ആ ഒരു നമ്മളിപ്പോ ഒരു സാധനം, ഇപ്പൊ ഒരു വടംവലി ടീം ഉണ്ട് അവർക്ക്, ആ ഒരു വടംവലി ടീമിന് നമ്മളത് ശ്രദ്ധിച്ച് കാണണം സിനിമ മൊത്തം. ആ ഒരു ഫസ്റ്റിലെ സ്റ്റാർട്ടിങ്ങിലെ എല്ലാം തുടങ്ങുമ്പോൾ അതൊക്കെ ഒരു ലാസ്റ്റിലേക്ക് അതിന്റെ റെഫറൻസ് ആയിട്ട് വരും. ലാസ്റ്റിൽ എന്തുകൊണ്ടാണ് ഇവിടെ ചെയ്ത ഈ സിറ്റുവേഷൻസ് ലാസ്റ്റിലേക്ക് അവർ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ മനസ്സിലാവും. പിന്നെ ഡിബേറ്റ് സലീം കുമാറിന്റെ മകന്റെ ഫസ്റ്റ് സിനിമയാണെന്ന് തോന്നുന്നു. അപ്പൊ അതും ആ ചേട്ടനും ചന്തു എന്ന പേര്, ചേട്ടനും അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. ഒരു എന്താ പറയാ, ആദ്യം ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ ആയിരുന്നു ഈ സിനിമയിൽ, അതും അടിപൊളിയായിരുന്നു. ആൻഡ് എന്താ പറയാ, ബാക്കി 10 പേരും അടിപൊളിയായിരുന്നു. ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്നും മെച്ചായിരുന്നു, അത്രയ്ക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ആൻഡ് സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ, എഡിറ്റിംഗ്, ഷൈജു ഖാലിദ് ഒരു രക്ഷയില്ല. സിനിമാറ്റോഗ്രാഫി ഷൈജു ഖാലിദ് സാറാണ് ചെയ്തത്, ഒരു രക്ഷയില്ല. അത് നമ്മൾ പല ഷോർട്സും പഴയ ക്ലോസ് ഷോർട്സും നമ്മൾ എങ്ങനെയാ അവർ ചെയ്തത് നമ്മൾ എല്ലാവരും ഒന്ന് ആലോചിച്ചു. സിനിമ കണ്ടവരെല്ലാവരും കാണുമ്പോൾ നമ്മളൊന്ന് തിങ്ക് ചെയ്തു, ഹൗ ദേ ഡു ദാറ്റ്, അതെങ്ങനെ അത്ര ആഴത്തിലെത്തിച്ചു, എങ്ങനെ അവർ ആ ഒരു ആംഗിൾ ഷോട്ട് ക്ലോസ് ഷോട്ട് എടുത്തു അവിടെ നിന്ന്, അങ്ങനത്തെ സിറ്റുവേഷനിൽ. പിന്നെ ശ്രീനാഥ് ബാസി നമ്മളെ മെയിൻ ക്യാരക്ടർ. ശ്രീനാഥ് ബാസിയാണ് ഇതില് എല്ലാം. ശ്രീനാഥ് ബാസി അടിപൊളിയായിരുന്നു, ജീവിക്കായിരുന്നു ശരിക്കും. ശ്രീനാഥ് ബാസി മരിച്ച് ജീവിക്കായിരുന്നു, അതും ഒരു അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പടത്തിന്റെ ഡയറക്ഷൻ ഓഫ് ചിദംബരം സാർ. ജാനമ്മ എന്ന സിനിമയ്ക്ക് ശേഷം ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കോമഡി എന്ന് വിചാരിക്കരുത്. എന്നാലും ഫസ്റ്റ് ഹാഫ് ചെറിയൊരു കോമഡിയിൽ, പിന്നെ സെക്കൻഡ് ഹാഫ് അഡ്വഞ്ചറസ് ആയി, ത്രില്ലിംഗ് ആയി, അവസാന ക്ലൈമാക്സിൽ കണ്ടു നനയിച്ച സിനിമ അതായിരുന്നു ആ പടം. ഓവറോൾ അടിപൊളി ഇതായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്നാലേ അതിന്റെ ഒരു സൗണ്ട് എഫക്ട്സ് ഒക്കെ കിട്ടുള്ളൂ. ആൻഡ് ഡു യു നോ ഗൈസ്, ഈ ഒരു സിനിമ ശരിക്കും നടന്നൊരു സിറ്റുവേഷനാണ്. ലാസ്റ്റ് അതും കൂടി അറിയാമ്പോൾ നമ്മളെല്ലാവരും ആ തിയേറ്ററിൽ നിന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. എങ്ങനെയത് ഒരു എന്താ പറയുക, ശരിക്കും നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ സുന്ദർ ഡേവിഡ് അതായത് അതിൽ ആ ഒരു ശരിക്കും ഒറിജിനലി നടന്ന ആളുടെ പേര് അതായിരുന്നു. അവരാ ഒരു ടീം ടൂർ പോയി, അതിലൊരാൾക്ക് ഒരു പ്രശ്നം പറ്റി, അയാളെ രക്ഷിച്ചു. അതിന് അയാൾക്ക് 2008 രാഷ്ട്രപതിയിൽ നിന്ന് ജീവൻ രക്ഷാ പതക്ക എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് അതൊക്കെ കിട്ടിയ ഒരാളുടെ ട്രൂ സ്റ്റോറി. അത് അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും ഇറ്റ് ഈസ് എ ഗുഡ് മൂവി ആൻഡ് യു മസ്റ്റ് വാച്ച് ഗൈസ്. ആൻഡ് ദിസ് വീക്ക് ഇസ് ഫോർ മഞ്ഞുമൽ ബോയ്സ്. ആൻഡ് നിങ്ങൾ എല്ലാവരും പോയി കാണുക, ഡു കമന്റ് ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുടിക്കുക ഗൈസ്. പല വീഡിയോകളും പല കണ്ടന്റുകളും വരുന്നു. ആൻഡ് that's all guys, bye bye.